ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെതിരെ ഇലോൺ മസ്ക് ഇട്ട പോസ്റ്റ് കണ്ടായിരുന്നോ? പ്യൂർട്ടോറിക്കോയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് മെഷീനിൽ തിരിമറി നടന്നു എന്ന് പറഞ്ഞിട്ട് റോബർട്ട് കെന്നഡി ജൂനിയർ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. ആ പോസ്റ്റ് പങ്കുവച്ചിട്ടാണ് ഇപ്പോൾ ഇലോൺ മസ്ക് രംഗത്തെത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കൃത്രിമം നടക്കാൻ സാധ്യതയുണ്ടെന്നും എഐയോ മനുഷ്യനോ ഇത് ഹാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നിരോധിക്കണം എന്നാണ് ഇലോൺ മസ്ക് പറയുന്നത്. ഇലോൺ മസ്കിന്റെ ഈ പോസ്റ്റിനെതിരെ BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. സുരക്ഷിതമായ ഡിജിറ്റൽ ഹാർഡ്വെയറുകൾ നിർമ്മിക്കാൻ ആർക്കും കഴിയില്ല എന്ന് വിചാരിക്കുന്ന തെറ്റാണ്. സാധാരണ കമ്പ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്ന അമേരിക്കയെക്കുറിച്ചും അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളെക്കുറിച്ചുള്ള മസ്കിന്റെ വീക്ഷണം ശരിയാണെന്നും, എന്നാൽ ഇന്ത്യയിലെ EVMകൾ സുരക്ഷിതമാണ്, ഇവിടുത്തെ മെഷീനുകൾ ഇന്റർനെറ്റ് ആയിട്ടോ ബ്ലൂടൂത്ത് ആയിട്ടോ അല്ലെങ്കിൽ വൈഫൈ ആയിട്ടൊന്നും കണക്ട് ചെയ്യാറില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ കൃത്രിമം നടത്താൻ സാധ്യമല്ലാത്ത വിധ രൂപപ്പെടുത്തിയിട്ടുള്ള പ്രോഗ്രാമുകളുടെ അടിസ്ഥാനത്തിലാണ് EVMകൾ പ്രവർത്തിപ്പിക്കുന്നത്. ഇന്ത്യയിലേതുപോലുള്ള ശരിയായിട്ടുള്ള EVMകൾ നിർമ്മിക്കാൻ സാധിക്കുമെന്നും അതിൽ വേണമെങ്കിൽ ഇലോൺ മസ്കിന് പരിശീലനം നൽകാമെന്നൊക്കെയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പോസ്റ്റിൽ പറയുന്നത്.